ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, പാകിസ്ഥാൻ ഒരു വലിയ നീക്കം നടത്തിയിട്ടുണ്ട്. അതും നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. ചൈനയുടെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചൈന എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഓപ്പറേഷൻ സിന്ദൂറിലും സഹായിച്ചിരുന്നു. ഇനി സിന്ദൂർ 2.0 വരുമ്പോഴും ചൈന പാകിസ്ഥാനെ സഹായിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് ഡയറക്റ്റായിട്ട് ഇപ്പൊ സഹായിക്കാനുള്ള സാധ്യതയില്ല. പാകിസ്ഥാനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ അരനൂറ്റാണ്ടിന് ശേഷമാണ് പാകിസ്ഥാൻ ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഒരു അന്തർവാഹിനി എത്തിയിരിക്കുന്നത്. ഇന്ത്യക്ക് സമീപം ആ അന്തർവാഹിനി എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇന്ത്യ അതിനെ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനയിൽ നിന്ന് വാങ്ങിയ ഹങ്കോർ ക്ലാസ്സിൽപ്പെട്ട 8 അന്തർവാഹിനികൾ ആദ്യത്തേതാണ് ഇപ്പോ ചൈന ഇറക്കിയിരിക്കുന്നത്. ഈ ആദ്യത്തെ അന്തർവാഹിനി കറാച്ചിയിലെത്തി. പാക് നാവികസേന ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശാഖപട്ടണം കേന്ദ്രീകരിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിനും തന്ത്രപരമായിട്ടുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കും സമീപം പാകിസ്ഥാൻ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നിലവിൽ ഇന്ത്യൻ നേവി മനസ്സിലാക്കുന്നത്. 1971 ബംഗാൾ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനും ബംഗാളും രണ്ടായിട്ട് വിഭജിച്ചതിന് ശേഷം പാകിസ്ഥാൻ ഈ ഒരു ഭാഗത്ത് വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം ഷെയ്ഖ് ഹസീന മാറി യൂനസ് വന്ന ശേഷം പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ പോലും ഇല്ലാതെ ബംഗ്ലാദേശിലേക്ക് വരാമെന്നുള്ള നിയമം യൂനസ് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന ശേഷം ഒരുപാട് കപ്പലുകൾ ചിറ്റഗോങ് തുറമുഖത്ത് വന്ന് ഇറങ്ങിയെന്നും ആ കപ്പലിൽ നിന്ന് ഒരുപാട് ചരക്കുകൾ ഇറങ്ങി എന്നുള്ള വാർത്തകൾ നമ്മൾ കൊടുത്തു. അപ്പോൾ അത് അന്ന് ആ കാലത്ത് ഒരു ഉദ്യോഗസ്ഥനെ അതിനെ ചോദ്യം ചെയ്തപ്പോൾ കസ്റ്റംസ് ക്ലിയറൻസ് വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പിന്നീട് ആ ഉദ്യോഗസ്ഥനെ നമ്മൾ ഇതിവിടെ സംസാരിക്കുന്ന സമയം വരെ ആ ഉദ്യോഗസ്ഥനെ പിന്നെ ആരും കണ്ടിട്ടില്ല. പാകിസ്ഥാനിൽ വരുന്ന ആ കപ്പലുകളിൽ ഭീകരവാദികൾ പാകിസ്ഥാനിൽ വന്ന് തമ്പടിക്കുകയും ഇന്ത്യൻ അതിർത്തിയിലേക്ക് അവർ വരികയും അവിടെ നിന്നും അവർ ഇന്ത്യയിലേക്ക് കടക്കുകയും ചെയ്യുന്നു. റോഹിംഗ്യ തീവ്രവാദ സംഘങ്ങളെ അവിടെ സജീവമാക്കുന്നു IS എന്നുള്ള വാർത്തകളാണ് ആ സമയം പുറത്തു വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ബംഗാൾ ഉൾക്കടലിൽ നമ്മൾ ആൻഡമാന് സമീപം താവളം ഉറപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഈ വാർത്ത നമ്മൾ ജാഗ്രതയോടെ കാണുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആംഗിൾ കൂടെയുണ്ട്. നമ്മുടെ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് വരികയാണ്. സ്വാഭാവികമായിട്ടും ചൈനയുടെ കൊങ്ങയ്ക്ക് പിടിക്കുന്നതാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. മലാക്ക കടലിടുക്ക് ചൈനയുടെ 80% സാമ്പത്തിക സ്ഥിതിയെ താങ്ങി നിർത്തുന്ന കടലിടുക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് വലിയ തൊല്ലയാവും. കാരണം ഇന്ത്യൻ ഓഷൻ സമ്പൂർണ്ണമായി ഇന്ത്യയുടെ ആ ഒരു വീക്ഷണത്തിൽ സമ്പൂർണ്ണമായി വരും. ചൈന ഏതൊക്കെ കപ്പലുകൾ ചൈനയ്ക്ക് അകത്തേക്ക് പോകണം, പുറത്തേക്ക് വരണം, ചൈന ഇന്ത്യൻ ഓഷനിലേക്ക് വരുന്നുണ്ടോ എന്നതിനുള്ള ശക്തമായിട്ടുള്ള നിരീക്ഷണം ആണവ മതിൽ കെട്ടി ഇന്ത്യ നിരീക്ഷിക്കുന്നതാണ്. അപ്പൊ ചൈനയ്ക്ക് ഇത് വലിയ ഇതാണ്. അപ്പൊ ആ സമയത്താണ് ചൈന പാകിസ്ഥാൻ ഈ അന്തർവാഹിനി കൊടുത്ത് ആൻഡമാന്റെ അടുത്തേക്ക് തന്നെ ഇതിനെ പ്രതിഷ്ഠിക്കാനായി വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു, ഇതൊരു വലിയ ഒരു നീക്കം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇതിനെ ഇന്ത്യ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. കുറച്ചു ദിവസം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളവും ഇന്നലെ മിനിഞ്ഞാന്നും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ചു പോയിരുന്നു, ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും സംസാരിച്ചു പോയിരുന്നു. ഇത് ഈ ഹങ്കോർ വിഭാഗത്തിൽപ്പെടുന്ന അന്തർവാഹിനികളാണ്. ഇത്തരത്തിൽ 8 അന്തർവാഹിനികൾ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങി. ഈ അന്തർവാഹിനികൾ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് ഹമ്പൻതോട്ട തുറമുഖത്ത്, അതായിരുന്നു നമ്മളെടുത്ത വാർത്തയും നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് ചർച്ചയിൽ പറഞ്ഞ കാര്യം, അവിടെ കൊണ്ടുവന്ന് ഡോക്ക് ചെയ്തു ഇവര്. അതായത് ഇവരൊരു പരീക്ഷ ടെസ്റ്റ് നടത്തിയതാണ്. ഇന്ത്യക്ക് ഇത് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ടെസ്റ്റാണ് നടത്തിയത്. പക്ഷെ ഇന്ത്യ കണ്ടെത്തുക മാത്രമല്ല, ശ്രീലങ്കയ്ക്ക് ഒരു മുന്നറിയിപ്പും കൊടുത്തു. നിങ്ങളുടെ അതിർത്തിയിൽ ഇങ്ങനെ കൊണ്ട് സാധനം ഇട്ടിട്ടുണ്ട്, അത് ഞങ്ങളെ വാച്ച് ചെയ്യാനാണെങ്കിൽ ആ പരിപാടി നടക്കത്തില്ല, കാരണം നിങ്ങളുടെ അതിർത്തി ഞങ്ങളുടെ ശത്രുരാജ്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന അനുവദിക്കില്ല എന്ന് ശ്രീലങ്ക വിരട്ടുകയും ശ്രീലങ്ക പറഞ്ഞ് ഷിപ്പ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇതിനു മുമ്പ് ചൈനയുടെ ഒരു വാങ് 5 എന്ന് പറയുന്നൊരു ചാരക്കപ്പൽ, എനിക്ക് ഒരു 1.5 വർഷം മുമ്പായിരുന്നു, അത് ഈ ഹമ്പൻതോട്ട തുറമുഖത്തിനടുത്ത് വന്ന് കിടന്നു. അങ്ങനെ കൊച്ചി ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ചാരക്കപ്പൽ, അതൊരു ചാരക്കപ്പലായിരുന്നു അത് വന്നത്, അന്തർവാഹിനി ആയിരുന്നില്ല. അതിന്റെ സിഗ്നലുകൾ ജാം ചെയ്തു. അതെനിക്ക് 2 വർഷം മുമ്പായിരുന്നു. ജാം ചെയ്ത് വലിയ വാർത്തയായിരുന്നു. അവസാനം അവർക്ക് അത് എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു അവിടുന്ന്. വാങ് 5 എന്ന് പറയുന്ന ഒരു ചാരക്കപ്പലായിരുന്നു. ഇപ്പൊ അതിനുശേഷം ഇത് വന്നു. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്, ഇവിടെ കൊണ്ടിട്ടിട്ട് ഇതെങ്ങനെയാണ് ഇവർ നമ്മളെ കണ്ടെത്തുമോ ഇല്ലെന്നൊക്കെ. ഇന്ത്യ കണ്ടെത്തുക മാത്രമല്ല, ശ്രീലങ്കയ്ക്ക് മുന്നറിയിപ്പും കൊടുത്തു. ആ ഷിപ്പ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ആ ഷിപ്പാണ് ഇപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ കമാൻഡിന്റെയും ഒപ്പം തന്നെ ആൻഡമാൻ നിക്കോബാറിന്റെയും ഇടയിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പാകിസ്ഥാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. ഈ ഷിപ്പിന്റെ, ഈ അന്തർവാഹിനിയുടെ പേര് ഹാങ്കോർ എന്നാണ്. ഇതൊരു വൈകാരികമായ പേരാണ്. കാരണം 1971 ഇന്ത്യ പാക് വാറിൽ ഇന്ത്യയുടെ INS ഖുഖ്രി എന്ന് പറയുന്ന യുദ്ധക്കപ്പലിനെ തകർത്തത് പാകിസ്ഥാന്റെ ഒരു അന്തർവാഹിനിയാണ്. ആ അന്തർവാഹിനിയുടെ പേരും ഹാങ്കോർ എന്നായിരുന്നു. ഈ അന്തർവാഹിനിക്ക് അവർ ആ പേരാണ് കൊടുത്തിരിക്കുന്നത്. ആ യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചു. നമ്മളെ പാകിസ്ഥാൻ നമ്മൾ കീഴ്പ്പെടുത്തിയെങ്കിൽ പോലും നമുക്ക് ഈ INS ഖുഖ്രി നഷ്ടപ്പെട്ടത് നമ്മളെ സംബന്ധിച്ച് ഇന്നും കാരണം അന്ന് നമ്മൾ ഇതിനേക്കാൾ വലിയ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ നരേന്ദ്രമോദി അധികാരത്തിൽ ഏറുന്നവരെ യുദ്ധക്കപ്പൽ തന്നെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു.
അതിനുശേഷമാണ് ഈ കടൽ പിടിക്കുന്നവരെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നൊരു ഇത് വരികയും കൂടുതൽ ഷിപ്പുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. അതാണ് ഈ നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ചിപ്പ് മുതൽ ഷിപ്പ് വരെ എന്ന് പറയും. അതുവരെ എന്റെ കാലത്താണ് തുടങ്ങി വെച്ചത്, അതിനു മുമ്പ് ഒരു പണിയും ചെയ്തിട്ടില്ലായിരുന്നു, അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യം അതാണ്. അപ്പോ അത് വീണ്ടും കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. അതിന് ഇപ്പോഴത്തെ ഒരു അനവധി കാരണങ്ങളുണ്ട്. ഒന്ന്, യുഎൻ സർക്കാരിന്റെ കാലം മുതൽ തന്നെ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ പിടിമുറുക്കുന്നു. ഒടുവിൽ ഇപ്പോഴത്തെ സർക്കാർ ഏതാണ്ട് പാകിസ്ഥാന്റെ ലൈനിൽ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. പിന്നെ അവർക്ക് ജമാഅത്ത് ഇസ്ലാമിക്ക് കുറച്ചുകൂടെ, പാകിസ്ഥാനിലെ ഒരു പ്രധാന പാർട്ടി, പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന പ്രധാന സംഘടനയും പാർട്ടിയുമായ ജമാഅത്ത് ഇസ്ലാമിക്ക് ബംഗ്ലാദേശിൽ നിർണായകമായ ഒരു സ്വാധീനം കൂടിയുണ്ട്. ഇവിടെ ചൈനയ്ക്ക് നേരിട്ട് ബംഗ്ലാദേശിൽ ഇടപെടുന്നതിനേക്കാൾ കുറച്ചുകൂടെ സേഫ് പാകിസ്ഥാൻ വഴി ബംഗ്ലാദേശിലേക്ക് ഇടപെടുന്നതായിരിക്കും നല്ലത്. അപ്പൊ പാകിസ്ഥാൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ ബംഗ്ലാദേശിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നത്. ഇത് ഒരു സംഘർഷ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ധനുഷ് പറഞ്ഞതുപോലെ ഈ അണ്ടമാൻ നിക്കോബാർ ദ്വീപിലാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ തന്നെയാണ് ഈ സംഭവം വരുന്നത്. അവിടെയാണ് ഈ രാഹുൽ ഗാന്ധി പോയിട്ട് ഈ പ്രൊജക്ടുകൾക്കെതിരെ സമരം ചെയ്യുന്നത്. ഇതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ, അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം ഇപ്പോൾ മലേഷ്യയും പിന്നീട് ചൈനയുമാക്കി ഫിക്സ് ചെയ്തിരിക്കുന്നു. സാധാരണഗതിയിൽ ബംഗ്ലാദേശിൽ ആര് അധികാരത്തിൽ വന്നാൽ ആദ്യം വരുന്ന രാജ്യം ഇന്ത്യയാണ്. കാരണം ഇന്ത്യ മാത്രമാണ് ഇവരെ ഔദ്യോഗികമായി ക്ഷണിച്ചതും, നിങ്ങൾ വരണം എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ക്ഷണിക്കുകയും ചെയ്തിട്ട് ആ ക്ഷണം മാറ്റി വെച്ചുകൊണ്ടാണ് ഈ പോകുന്നത്. അതിലെനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഹൈക്കമ്മീഷൻ ഓഫീസർ നമ്മുടെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ, ഇന്റർനാഷണൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ദില്ലിയിലെത്തി. രണ്ടാഴ്ചയ്ക്ക് മുമ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വരുന്ന ഉദ്യോഗസ്ഥന്മാർ പാലിക്കേണ്ട ചില മര്യാദകൾ അദ്ദേഹം പാലിക്കാത്തത് കൊണ്ട് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തെ കുറച്ചധികം സമയം തടഞ്ഞു വെച്ചു എയർപോർട്ടിൽ. പിന്നീട് മറ്റുദ്യോഗസ്ഥരൊക്കെ എത്തി ഇദ്ദേഹത്തെ റിലീസ് ചെയ്തെങ്കിൽ ഇദ്ദേഹം ഈ പരിപാടി പങ്കെടുക്കാൻ തിരിഞ്ഞുപോയി. അതിന് ഇന്ത്യ പറയുന്ന വിശദീകരണം, അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഇല്ലായിരുന്നു. അങ്ങനത്തെ പാസ്പോർട്ടുമായിട്ടാണ് ഇത്തരം ഡെലിഗേറ്റ്സുകൾ വരുന്നത്. അങ്ങനത്തെ പാസ്പോർട്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി എമിഗ്രേഷൻ ക്ലിയറൻസിനും മറ്റും വിധേയനാകേണ്ടി വരും, പരിശോധനയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വിധേയരാകേണ്ടി വരും. അതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. പക്ഷെ അത് ബംഗ്ലാദേശിൽ പത്രങ്ങൾ പറഞ്ഞത് ബംഗ്ലാദേശിനെ അപമാനിച്ചു എന്ന രീതിയിലായിരുന്നു. ഞങ്ങളെ അപമാനിച്ചു, അവിടെ നിർത്തി, അദ്ദേഹം പരിപാടി പങ്കെടുത്തില്ല. അപ്പം കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളാകുന്നു. ട്വിസ്റ്റർ നദീജല കരാറുമായി ബന്ധിപ്പിച്ച് ഇപ്പോൾ ചൈനയെ കൂടെ അതിൽ ബന്ധിപ്പിക്കാൻ ഒരു ശ്രമമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നടത്തുന്നത്. കാരണം ചൈനയുമായിട്ട് ട്വിസ്റ്റർ ജല കരാറുമായി ബന്ധമില്ല, ഇന്ത്യ ബംഗ്ലാദേശ് കരാറാണത്. അതിലിപ്പോൾ ചൈനയെ കൂടെ ബന്ധപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ ചിറ്റഗോങ് മേഖലയിൽ ചൈനയുടെ സഹായത്താൽ ചില പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ചൈനയുടെ നിലവിൽ കുറെ ഫണ്ടൊക്കെ ഇപ്പോൾ ബംഗ്ലാദേശ് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. കാരണം ലോകം മുഴുവൻ ഒരു യുദ്ധത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് പാകിസ്ഥാന്റെ ഒരു കൈവിട്ട കളിയുമായിട്ട് നടത്തുന്ന നീക്കം. പക്ഷെ അവരുടെ ഒരു അന്തർവാഹിനി ഇവിടെ വിന്യസിക്കുന്നു എന്നത് ഒരു വലിയ വാർത്തയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ കരുത്തിന് മുമ്പിൽ അതൊന്നും അല്ലായിരിക്കാം. എങ്കിൽ പോലും അങ്ങനെ ഒന്നും അവിടെ വിന്യസിക്കാൻ അവർ തയ്യാറെടുക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അത് വെറുതെ കൊണ്ടുവന്നിട്ട് ഒരു അന്തർവാഹിനി വിന്യസിച്ച് അവിടുത്തെ ആകെ 20 ദിവസം മാത്രം വെള്ളത്തിനടി മുങ്ങിക്കിടക്കാൻ കഴിയുന്ന ഒരു അന്തർവാഹിനി കൂടിയാണിത്. നമ്മുടെതൊക്കെ മാസങ്ങളോളം മുങ്ങിക്കിടക്കാൻ കഴിവുള്ള അന്തർവാഹിനിയാണ് നമ്മുടേതുണ്ടെങ്കിൽ അത് 20 ദിവസം മാത്രമേ മുങ്ങിക്കിടക്കാൻ കഴിയുന്നുള്ളൂ. ഏതായാലും ഇന്ത്യ സജീവമായതിനകത്ത് ജാഗ്രതയായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. കാരണം ഇതിപ്പോ മാറുന്ന ലോകക്രമം മാത്രമല്ല, നമ്മുടെ ചുറ്റും ശത്രുക്കൾ തയ്യാറെടുക്കുന്നു ഒരു വലിയ യുദ്ധത്തിന്, ഇല്ലെങ്കിൽ ഒരു വലിയ ആക്രമണത്തിന്, എന്തിനൊക്കെയോ തയ്യാറെടുക്കുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ടും കാണേണ്ടതായി വരും. കാരണം ഇതുവരെ ബംഗ്ലാദേശ് നമുക്കൊരു ഭീഷണി അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശും ഭീഷണിയാണ്. നമ്മൾ മുമ്പ് എപ്പോഴും പറയുന്നതൊക്കെ നമ്മുടെ കിഴക്കും പടിഞ്ഞാറും ശത്രുക്കൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടി കിഴക്ക് നിന്നാണോ തുടങ്ങുന്നത് അതോ പടിഞ്ഞാറ് നിന്നാണോ തുടങ്ങുന്നത് എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ത്യയും വലിയ രീതിയിൽ തന്നെ മിസൈൽ പരീക്ഷണങ്ങളും ഒപ്പം തന്നെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും ഒക്കെ ഇപ്പോൾ വളരെയധികം ഫാസ്റ്റ് ആക്കിയിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ഇതിനെ നോക്കി കാണുന്നതിനായിട്ട്.